അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ കൈകാര്യം ചെയ്യുന്നത് സൂറത്ത് നജ്മിലെ 43 മുതൽക്കുള്ള ആയത്തുകളാണ്. വഅന്നഹു അദ്ഹക വഅബ്ക വഅന്നഹു ഹുവ അമാത വഅഹ്യാ وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى وأن عليه النشأة الأخرى وأنه هو أغنى وأقنى. അള്ളാഹു അവനാണ് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നത്, അവനാണ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നത്. അവൻ തന്നെയാണ് സ്രവിക്കപ്പെടുന്ന നുത്ഫയാൽ, അണ്ടബീജ സങ്കലിതമായിട്ടുള്ള നുത്ഫയാൽ സ്ത്രീ പുരുഷന്മാർ ഇങ്ങനെ ഇണകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ്റെ കയ്യിൽ തന്നെയാണ് മനുഷ്യൻ്റെ മറ്റൊരു നശ്അത്ത്, വളർച്ച അല്ലെങ്കിൽ സൃഷ്ടിപ്പുള്ളത്. അവൻ തന്നെയാണ് ധന്യത നൽകുന്നതും ദാരിദ്ര്യം നൽകുന്നതും. ഇതാണ് ഈ ആയത്തുകളുടെ അർത്ഥം. ഇവിടെ ജബ്ബാർ പറയുന്ന സംഗതി വഅന്നഹു അദ്ഹക വഅബ്ക എന്നതുമായി ബന്ധപ്പെട്ടാണ്. മറ്റുള്ളതിലേക്കൊന്നും മൂപ്പര് വല്ലാണ്ട് പ്രവേശിച്ചിട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ആളുകളങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. ജബ്ബാർ പറയുന്നത് അത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നുള്ള നിലക്കാണ്. അപ്പോൾ അവർ ചിരിച്ചത് നബിയെ കളിയാക്കിയിട്ടാണോ അതോ അവർ വല്ല തമാശയും പറഞ്ഞിട്ടാണോ എന്നൊന്നും ജബ്ബാറിന് അറിയില്ല. ഏതായിരുന്നാലും അവരോട് നബി പറഞ്ഞു, നിങ്ങൾ ലൗ തഅലമൂന മാ അഅലമു ലദഹിക്തും ഖലീലൻ വല ബകൈതും കസീറ. ഞാൻ അറിയുന്ന പല കാര്യങ്ങളും, ഇത് പറയുമ്പോൾ ജബ്ബാറിൻ്റെ ധ്വനി ഒന്ന് മാറുന്നുണ്ട്. നബിയെ പരിഹസിച്ചുകൊണ്ടുള്ളൊരു ധ്വനിയിലാണ്, ശബ്ദത്തിലാണ് മൂപ്പരുടെ കമാൻഡ്. ഞാനറിയുന്നത് നിങ്ങളറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയുമാണ് ചെയ്യുക. അതും പറഞ്ഞ് മുഹമ്മദ് അങ്ങോട്ട് പോയി. അപ്പോൾ പറഞ്ഞങ്ങോട്ട് പോയപ്പോഴാണ് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞത്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും ഒക്കെ അള്ളാഹുവാണ്. അപ്പോൾ മുഹമ്മദ് രണ്ടാമത് തിരിച്ചു വന്നിട്ട് അവരോട് പറഞ്ഞു, അള്ളാഹുവാണ് ചിരിപ്പിക്കണതും കരയണതുമൊക്കെ. ഇതാണ് ജബ്ബാർ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവം? ഹദീസുകളിൽ വായിക്കുന്ന തഫ്സീറുകളിൽ അല്ലെങ്കിൽ ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ, അയാൾ മലയാള വ്യാഖ്യാനം ഇംഗ്ലീഷ് വ്യാഖ്യാനമൊക്കെയാണ് വായിക്കുന്നത്. ആ വ്യാഖ്യാനങ്ങളിലുമൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന സംഗതിയുണ്ട്. വഅൻഹാ ഖാലത്ത് മറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൗമിൻ മിൻ അസ്ഹാബിഹി വഹും യദ്ഹഖൂൻ എന്നാണ് ഹദീസിലെ പ്രയോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരിൽപ്പെട്ട ഒരു സംഘം ആളുകൾ അവരുടെ അടുത്തൂടെ കടന്നുപോയി. അവരിങ്ങനെ അവിടെ ഇരുന്നിട്ട് എന്തോ വർത്തമാനം പറയുന്നുണ്ട്. അതിൻ്റെ അടുക്ക് അവർ ചിരിക്കുന്നുണ്ട്. വഹും യദ്ഹഖൂൻ, അവർ ചിരിക്കുന്നുണ്ട്. അവരുടെ അടുത്തൂടെ കടന്നു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല ലൗ തഅലമൂന മാ അഅലമു ലദഹിക്തും ഖലീലൻ വല ബകൈതും കസീറ. എനിക്കറിയാവുന്ന പലതും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയുമാണ് ചെയ്യുക. ഇത് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചുപോയി. അപ്പോഴാണ് ഫനസല അലൈഹി ജിബ്രീൽ നബിയുടെ അടുത്ത് ഇറങ്ങി വരുന്നത്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നല്ലാഹ യഖൂലു ലക, അള്ളാഹു താങ്കളോട് പറയുന്നു, വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക, അവനാണ് ചിരിപ്പിക്കുകയും കരയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ജിബ്രീൽ ഈ ആയത്തുമായിട്ട് ഇറങ്ങിയപ്പോൾ ഫറജാ ഇലൈഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ട് ഫഖാൽ പറഞ്ഞു, മാ ഖതൗതു 40 ഖുതുവതൻ ഹത്താ അതാനി ജിബ്രീലു, ഒരു 40 അടി മുമ്പോട്ട് പോയിട്ടില്ല. അപ്പോഴേക്ക് ജിബ്രീൽ എന്നെ സമീപിച്ചു. ഫഖാൽ, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈത്തി ഹൗലായി, ഈ ആളുകളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലണം. ഫഖുൽ ലഹും, എന്നിട്ട് അവരോട് പറയണം, ഇന്നല്ലാഹ തആല യഖൂൽ, അള്ളാഹു പറയുന്നു, ഹുവ അദ്ഹക വഅബ്ക, അള്ളാഹുവാണ് ചിരിപ്പിക്കുകയും കരയിക്കുകയും ചെയ്യുന്നത് എന്ന് അവരോട് പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പറയാണ്. അപ്പോൾ ഇവിടെ ജബ്ബാർ പറഞ്ഞ മാതിരി ശത്രുക്കളല്ല,
ഇസ്ലാമിൻ്റെ ശത്രുക്കളോടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളത്. നബി സ്വന്തം അനുചരന്മാരോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ പറച്ചിലെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യന് ചിരിക്കണം. ഇസ്ലാം ഒരിക്കലും ചിരിയെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, നിരോധിച്ചിട്ടില്ല. കാരണം മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ചിരി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും ചിരിക്കാറുണ്ടായിരുന്നു. ഹദീസുകളിൽ പലപ്പോഴും നമ്മൾക്ക് വായിക്കാൻ കഴിയും, തബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ദസ്മിതം പൂകി. വളഹിക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത്ത് നവാജിദുഹു, നബിയുടെ അണപ്പല്ലുകൾ പുറത്ത് കാണുന്ന വിധത്തിൽ നബി ചിരിച്ചു എന്നൊക്കെ ഹദീസിന് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചിരിയെ നിരുത്സാഹപ്പെടുത്തുക, ചിരിക്കരുത് പറയുകയല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്താണ്? ചിരിക്കുന്നതോട് അതിനും ഒരു അതിര് വേണ്ടതുണ്ട്. ചിരിയും കൂടിപ്പോകാൻ പാടില്ല. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയലുണ്ടല്ലോ, അധികമായാൽ അമൃതും വിഷം. അപ്പോൾ ഏത് നല്ല കാര്യവും അത് കൂടാൻ പാടില്ല, അതിനും ഒരു ലിമിറ്റ് വേണ്ടതുണ്ട് എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക്, തൻ്റെ അനുചരന്മാർക്ക് നൽകിയിട്ടുള്ളത്. ഇത് നബി ശത്രുക്കളോട് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത്, ഇവിടെ മനുഷ്യനെ അള്ളാഹു പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില സംഗതികളാണ്. ഒന്ന്, അള്ളാഹുവാണ് മനുഷ്യനിൽ ഇങ്ങനെയുള്ളൊരു പ്രകൃതി നിക്ഷേപിച്ചിട്ടുള്ളത്. ചിരിക്കുക, സന്തോഷം ഉണ്ടാകുമ്പോൾ ചിരിക്കുക, ദുഃഖം ഉണ്ടാകുമ്പോൾ കണ്ണീരൊലിപ്പിക്കുക, കരയുക പോലുള്ളതൊക്കെ മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്. അതിങ്ങനെ പ്രകൃതിയാ വന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അതോടൊപ്പം തന്നെ അത് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള അവൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള ഒരു സംഗതിയാണെന്നുള്ള അവനെ പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ജബ്ബാർ പറയുന്നത് ചിരിക്കാൻ കരയുക പോലുള്ള കാര്യത്തിലൊന്നും മനുഷ്യന് ഗുഡ്വില്ലില്ല എന്ന് പറഞ്ഞാൽ അവന് സ്വതന്ത്രമായിട്ട് ചിരിക്കാനോ കരയാനോ പറ്റില്ല. അള്ളാഹ് ചിരിപ്പിക്കുമ്പോൾ ചിരിക്കുന്നു, കരയുമ്പം കരയുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. അങ്ങനെയല്ല, മനുഷ്യന് അള്ളാഹു നൽകിയ ഇത്തരത്തിലുള്ള പ്രകൃതിപരമായിട്ടുള്ള സംഗതികൾ അത് മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യന് അവന് സന്തോഷം ഉണ്ടാകുമ്പം ചിരിക്കാനും ദുഃഖം ഉണ്ടാകുമ്പം കരയാനും ഒക്കെ കഴിയണത്. അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടാണെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് രണ്ടും കൂടി ഒന്നിച്ച് നടക്കില്ല. അത് രണ്ടും വൈരുദ്ധ്യങ്ങളാണ്. ചിരിക്കുമ്പം തന്നെ കരയുമ്പം തന്നെ ചിരിക്കാനുള്ളത് ഉണ്ടാവുമല്ലോ. ജബ്ബാർ പറഞ്ഞ രീതിയിൽ നിർബന്ധിതമായിട്ടാണെങ്കിൽ ഇത് രണ്ടും ഒന്നിച്ചുണ്ടാവണം, അതുണ്ടാവില്ല. അപ്പോൾ അത് മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള അവൻ്റെ പ്രകൃതിയാളുള്ളൊരു സംഗതി എന്നുള്ളത് അവനെ ബോധ്യപ്പെടുത്താണ് ഇവിടെ ഖുർആൻ ചെയ്യണത്. എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ നൽകുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇതുതന്നെയാണ് ജനനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജനിമൃതികളെ സംബന്ധിച്ച് വല്ലതി അമാത്ത വാഹിയ, ജനിപ്പിക്കുകയും ചെയ്യുന്നവൻ അവനാണ് എന്ന് പറയുമ്പോഴും അതുപോലുള്ള തുടർന്നുള്ള സംഗതികൾ പറയുമ്പോഴൊക്കെ ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സംഗതികൾ മനുഷ്യനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് ഒന്ന്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നിട്ട് ഇത് പറയേണ്ടതിൻ്റെ കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീലൻ വല ബഖൈതും കസീറ. ഇതിലൂടെ ഇത് പറയുമ്പോൾ ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് കരയുകയും കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിലൂടെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അതെന്താണ്? ചിരി എന്ന് പറയുന്നത്, ചിരിക്കുക എന്നുള്ളത് ഇസ്ലാം നിരോധിച്ചൊരു സംഗതിയാണെന്ന് തെറ്റിദ്ധരിക്കാം. അപ്പോൾ ഇവിടെ ആ തെറ്റിദ്ധാരണ നീക്കുക എന്നുള്ളതാണ് ഒന്ന്. വിശുദ്ധ ഖുർആൻ ഇവിടെ വന്നഹു ഹുവ അദ്ഹക വഅബ്ക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ എന്നുള്ളവർക്ക് അദ്ദേഹം ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ ഇസ്ലാമിൻ്റെ അന്തസ്സത്ത, അതിൻ്റെ അടിസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ അടിസ്ഥാന പഠനങ്ങൾക്ക് വിയോജിക്കുന്ന വളരെ ചെറിയ ഒരു സംഗതിയെങ്കിലും ഉണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്താം ചിലപ്പോൾ. കാരണം അള്ളാഹുവിൽ നിന്നുള്ള തന്നെ ഇൽഹാം അനുസരിച്ച്, ബോധോദയം അനുസരിച്ച് നബിക്ക് തിരുത്താൻ കഴിയും. ചില സംഗതികൾ അള്ളാഹു നേരിട്ട് തന്നെ തിരുത്തുന്നുണ്ടാവും.
അപ്പോൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്ത് സർവ്വ മനുഷ്യർക്കും വേണ്ടി പിന്നെ അള്ളാഹു നൽകിയ ഒരു ജീവിത വ്യവസ്ഥ എന്നുള്ളവർക്ക് അതിൽ ചിരി നിഷിദ്ധമാണ് എന്ന് വന്നാൽ അത് മനുഷ്യന് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് മനുഷ്യനെ അറിയിക്കേണ്ടതുണ്ട്, ചിരിക്കുക എന്നുള്ളത് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള സംഗതിയല്ല. അത് രണ്ടും അള്ളാഹ്, ചിരിക്കുക കരയാന്നുള്ളത് രണ്ടും അള്ളാഹു തന്നെ നൽകിയത് കൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ചിരിക്കാം, കരയേണ്ടടുത്ത് കരയുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ല എന്നവരെ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉടനെ തന്നെ ജിബ്രീലിനെ പറഞ്ഞയച്ചുകൊണ്ട് ഈ ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയും എന്നിട്ട് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവരുടെ അടുത്ത് ചെന്നിട്ട് ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ളത്. ഇല്ലെങ്കിൽ ഈ ആയത്തിറങ്ങിയാൽ പോലും ജിബ്രീൽ ഇങ്ങനെ പറയേണ്ടതില്ല, ഏത്തി ആവിലായി ഒരിടത്ത് ചെന്നിട്ട് ഇത് ഓതിക്കൊടുക്കണം എന്ന് പറയേണ്ടതില്ല. പിന്നെ ഇപ്പോൾ ഓതിക്കൊടുത്താലും മതിയല്ലോ. അപ്പോൾ ഇതൊരു തെറ്റിദ്ധാരണയ്ക്ക് വക നൽകുന്ന ഒരു സംഗതിയാണ്. അത് തിരുത്തേണ്ടത് അള്ളാഹു തന്നെയാണ്. ഇതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഈ സൂറത്തിൻ്റെ തന്നെ ആദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഒമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് അതിന് വിരുദ്ധമായിട്ടുള്ള വല്ലതും സംഭവിച്ചാൽ അത് അള്ളാഹു ഉടനെ തിരുത്തിയിട്ട് ആ വഹി അദ്ദേഹത്തിന് നൽകുന്നു. എന്നിട്ട് ആ വഹി അദ്ദേഹം ജനങ്ങളെ കേൾപ്പിക്കുന്നു. അപ്പോൾ ഈ സംഗതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ജബ്ബാർ പറയുന്നത് പോലെ ഇത് ശത്രുക്കളോട് പറഞ്ഞിട്ടില്ല ഉള്ളതല്ല, മിത്രങ്ങളോട് അല്ലെങ്കിൽ അനുചരന്മാരോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നതാണ് ഇതിലുള്ള ഒരു സംഗതി. രണ്ടാമത്തെ സംഗതി, ഒരിക്കലും ഇസ്ലാമിനെ സംബന്ധിച്ച ആളുകൾക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ഏത് തെറ്റിദ്ധാരണ? ഇസ്ലാമിന് ചിരി നിരോധിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിൽ നിന്ന് അങ്ങനെ ആളുകൾക്ക് തോന്നാം, ഇനി മേലിൽ ഞങ്ങൾ ചിരിക്കാൻ പാടില്ല. അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു സംഗതി ആയതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പിന്നെ കാരണമായി തീരുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അള്ളാഹു തന്നെ അത് തിരുത്താണ്. ഇതാണ് രണ്ടാമത്തെ സംഗതി. അപ്പോൾ അള്ളാഹു മനുഷ്യന് നൽകിയ പ്രകൃതിയുടെ ഭാഗമാണിത് എന്നല്ലാതെ ഇവിടെ മനുഷ്യന് ഈ ഇച്ഛാസ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ കടന്നു വരുന്ന ഒരു പ്രശ്നമേ അല്ല. മനുഷ്യന് ശ്വസിക്കുന്ന ശ്വാസോച്ഛ്വാസം നടത്തുന്നത് പോലെ അവിടെ പിന്നെ അവൻ നിർബന്ധിതനാണ്. അതൊരിക്കലും അവന് മാറ്റിവെക്കാൻ കഴിയില്ല. എന്നാൽ ചിരി എന്ന് പറയുന്നത്, കരച്ചിൽ എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഉണ്ടാകണമല്ല. അത് ആവശ്യമാവുമ്പോൾ അപ്പോൾ എന്താണോ അവസ്ഥ, ആ അവസ്ഥാന്തരങ്ങൾക്കനുസരിച്ച് അവനിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ഒരു സംഗതിയാണ്. ഒരാൾ ചിരിക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചിരിച്ചാൽ അത് നല്ല ചിരിയാവില്ല എന്നുള്ളൊരു വസ്തുതയും കൂടി അതിലുണ്ട്. അത് കൃത്രിമമായിട്ടുള്ള ചിരിയാവുള്ളൂ. കരച്ചിലിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. വേണമെങ്കിൽ എനിക്ക് കൃത്രിമമായിട്ട് ചിലപ്പോൾ കരച്ചിൽ ഉണ്ടാക്കാനൊക്കെ കഴിയും, പക്ഷെ അത് യഥാർത്ഥത്തിലുള്ള കരച്ചിലല്ല. അത് പ്രകൃതിയാണ് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ആ പ്രകൃതിയാ ഉണ്ടാകുന്ന സംഗതിയെ തടസ്സപ്പെടുത്താനുള്ളത് പോലും ശരിയായിട്ടുള്ള രീതിയല്ല എന്ന ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു അധ്യാപനം കൂടി ഇവിടെ ഖുർആൻ നൽകേണ്ടതുള്ളതാണ്. കാരണം ചിരിക്കേണ്ടപ്പോൾ ചിരിക്കണം, കരയേണ്ടപ്പോൾ കരയണം. അതാണ് മനുഷ്യ പ്രകൃതി പറഞ്ഞത്. അതിലൂടെയാണ് മനുഷ്യ മനസ്സിന് പലപ്പോഴും സ്വാസ്ഥ്യവും അതുപോലെ തന്നെ സന്തോഷവും നിർവൃതിയും ഒക്കെ അടയാൻ കഴിയുക. ചിരിക്കേണ്ട ഒരാളിങ്ങനെ ചിരിക്കാതെ മൂടിക്കെട്ടി നിന്നാലും, കരയേണ്ടവൻ കണ്ണീരൊലിപ്പിച്ച് കരയാതിരുന്നാലും ഒക്കെ അത് അവന് മറ്റ് രീതിയിൽ ദോഷം ചെയ്യുന്ന ചില സംഗതികൾ കൂടിയാണ് എന്നതും അവനെ പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഉദ്ദേശങ്ങളോടൊക്കെ കൂടിയാണ് വിശുദ്ധ ഖുർആൻ ഈ സംഗതി പറഞ്ഞിട്ടുള്ളത് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠം എന്ന് പറയുന്നത്.